വീണ്ടും ഒരു മണ്ഡലകാലം ആഗതമായിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലുമായി ശരണമന്ത്രങ്ങൾ ഒഴുകിയെത്തുമ്പോൾ മനസ്സിൽ നിറയുന്നത് ശബരിമല ക്ഷേത്രവും അയ്യപ്പന്റെ തങ്കവിഗ്രഹവുമാണ്. ശബരിമല ശാസ്താവിന്റെ വിഗ്രഹത്തിൽ പന്തളം രാജകൊട്ടാരത്തിലെ മണികണ്ഠകുമാരൻ എന്ന അവതാര പുരുഷൻ ലയിച്ചു ചേർന്നിരിക്കുന്ന കാഴ്ച കാണാനാകുന്നത് ഈ ജീവിതയാത്രയിൽ നേടാനാകുന്ന ഏറ്റവും വലിയ സുഹൃതം. തന്റെ അനുയായികളായ കറുപ്പസ്വാമി, വലിയ കടുത്ത, ചെറിയ കടുത്ത, വാപുരൻ, കടൂരവൻ, കന്നിമൂലയിൽ ഗണപതി, മാളികപ്പുറത്തമ്മ എന്നിവരോടൊപ്പം അയ്യപ്പൻ വാഴുന്ന കാനന ക്ഷേത്രം, നൈഷ്ഠിക ബ്രഹ്മചാരിയായി പ്രതിഷ്ഠ. യോഗിയായി സമാധി രൂപത്തിൽ ചിന്മുദ്ര ധരിച്ചിരിക്കുന്ന അയ്യപ്പസ്വാമിയുടെ ദർശനം മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നു. ഇവിടെ ഭഗവാനും ഭക്തരും തമ്മിൽ വേർതിരിവില്ല. പതിനെട്ട് പടികൾ കയറി ദർശനം നടത്തുന്ന ഓരോ ഭക്തനും മോക്ഷപ്രാപ്തിയും പാപമുക്തിയും ഉറപ്പ്. ഇരുമുടിക്കെട്ടിൽ പുണ്യപാപങ്ങൾ നിറച്ചുവന്ന് അത് സമർപ്പണം ചെയ്ത് പാപമുക്തി നേടി സ്വബോധത്തോടെ സ്വകർമ്മത്തിൽ നിരതനായി ജീവിക്കാനുള്ള വരം ലഭിക്കാനായി ഭക്തർ വരുന്നു. പഞ്ചഭൂതത്തിൽ നിർമ്മിക്കപ്പെട്ട ശരീരത്തെ ഭൂതനാഥനു മുന്നിൽ സമർപ്പിച്ച് ശരീരവും മനസ്സും ആത്മാവും ശുദ്ധീകരിക്കും. ജാതി മത വർണ്ണവർഗ ഭേദമില്ല. വിശ്വാസിക്ക് ദർശനം നടത്താം. ഭഗവാന്റെ സന്നിധിയിൽ കാണാം തത്വമസി, ഞാനും നീയും ഒന്നാണ്, രണ്ടല്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ദേവാലയം. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. അയ്യപ്പന്റെ ദർശനം ലഭിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് തെളിയുന്ന അനിർവചനീയമായ ഭാവം നോക്കുക. നിർവൃതി നിറഞ്ഞ മുഖം, താൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന മുഖഭാവം. ആ നിർവൃതിയാണ് കാലങ്ങളായി ശബരിമലയിലേക്ക് ഈ ദുർഘടം പിടിച്ച വഴികളിലൂടെ ഭക്തരെ എത്തിക്കുന്നത്. സ്രഷ്ടാവും സൃഷ്ടിയും ഒന്നാകുന്ന മുഹൂർത്തമാണ് ശബരിമല അയ്യപ്പ ദർശനം. സൃഷ്ടിയും സ്രഷ്ടാവും തമ്മിൽ പരസ്പരം മനസ്സാലും ആത്മാവിനാലും സംസാരിക്കുന്ന മുഹൂർത്തത്തിന് സാക്ഷിയാകുന്ന ക്ഷേത്രമാണ് ശബരിമല ശ്രീ അയ്യപ്പ ക്ഷേത്രം.